ഹലോ ഗായ്സ്, നമുക്കിന്ന് തട്ടുകടയിൽ പോയി ഫുഡ് കഴിച്ചാലോ? എനിക്ക് രാത്രി മഴയത്ത് നല്ല ആക്രാന്തം വന്നു ഗൈസ്. അപ്പം ഞാൻ വെച്ച് തട്ടുകടയിൽ പോയി കഴിക്കാമെന്ന്. അവിടെ ചെന്നപ്പോൾ മഴ കാരണം അവിടെ ഇരിക്കാൻ പോലും സ്ഥലമില്ല, അത്രയ്ക്ക് മഴ. ഈ ഒരു വീഡിയോ അല്ലാതെ എനിക്ക് മഴ കാരണം ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഫുഡ് വാങ്ങിച്ച് പാഴ്സൽ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവച്ച് തിന്നാന്ന്. അങ്ങനെ ഞങ്ങൾ പാഴ്സലൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വന്ന് ഞാൻ കുളിച്ച് നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി. അപ്പോൾ ഫുഡ് അമ്മ വിളമ്പി വെച്ചു. നല്ല പൊറോട്ടയും ചിക്കൻ ഫ്രൈയും നല്ല എല്ലുകറിയൊക്കെ ഉണ്ടായിരുന്നു. എല്ലുകറിയുടെ ക്വാണ്ടിറ്റി ഇച്ചിരി കുറവായിരുന്നു. പിന്നെ നല്ല മൊരിഞ്ഞ ചൂടുള്ള പൊറോട്ടയും നല്ല സോഫ്റ്റ് ചപ്പാത്തിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം 2 പൊറോട്ട അങ്ങ് എടുത്തു. ബാക്കി അവിടെ ഇരിക്കുമെന്ന് എനിക്കറിയാം. അപ്പം പിന്നെ ആദ്യം തന്നെ ഞാൻ ലെഗ് പീസ് ടാർഗറ്റ് ചെയ്ത് ലെഗ് പീസ് എടുത്തു. അങ്ങനെ പൊറോട്ടയിൽ നിന്ന് ഇച്ചിരി പീസ് മുറിച്ചെടുത്ത് നമ്മുടെ ലെഗ് പീസിൽ നിന്നും കുറച്ച് മുറിച്ചെടുത്ത്. ലെഗ് പീസ് എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരുന്നു. വെളിവശം നല്ല മൊരിഞ്ഞതും ആകാം നല്ല സോഫ്റ്റ് ആയിരുന്നു. കണ്ടോ, കാണാൻ നല്ല രസമല്ലേ? അപ്പോൾ ആദ്യം തന്നെ അത് രണ്ടും കൂടെ തിന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ നല്ലപോലെ ആസ്വദിച്ച് കഴിച്ചു. രണ്ടാമതപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ എല്ലുകറിയും കൂട്ടി കഴിച്ചു നോക്കാമെന്ന്. അങ്ങനെ ഞാൻ നല്ലൊരു പീസ് എന്ന് വെച്ചാൽ എല്ലും മാംസവും കൂടെ ഉള്ളൊരു പീസ് എടുത്തു. അങ്ങനെ വീണ്ടും പൊറോട്ടയിൽ നിന്ന് കുറച്ച് ഭാഗം മുറിച്ചെടുത്ത് അതിൽ നിന്ന് കുറച്ച് മാംസം ഞാൻ വലിച്ച് പറിച്ചെടുത്ത്. അതെന്തോ നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന ബീഫായിരുന്നു. കാണുമ്പോഴേ അറിയാം, തൊട്ടപ്പോഴേ ഊരി വന്നു. അങ്ങനെ അത് രണ്ടും കൂടെ ഞാൻ അടുത്ത മാമ്പിച്ചു. എന്താ ടേസ്റ്റാണെന്നറിയോ? ആ ചിക്കൻ ഫ്രൈയെക്കാട്ടി കൊള്ളായിരുന്നു ഗൈസ്. ക്വാണ്ടിറ്റി പക്ഷേ ഇച്ചിരി കുറവായിരുന്നു, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ക്യാമറ പോലും ഓണാന്ന് ഓർക്കാതെ ആക്രാന്തം മൂത്ത് കഴിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനങ്ങനെ അടുത്ത പൊറോട്ടയും എടുത്തു. വീണ്ടും എല്ലുകറിയിൽ ഒരു യുദ്ധം നടത്തി. അടുത്ത വായും വെച്ചു. അങ്ങനെ ഞാൻ കഴിച്ചു, നല്ല ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരുന്നു. അത് പിന്നെ ലാസ്റ്റ് ഞാൻ ചുമ്മാ എടുത്ത് വെച്ച് തിന്നുന്നതായിരുന്നു ആ എല്ലുകറിയിലേക്ക് അതേ പീസ്. അങ്ങനെ ഞാൻ ഞം 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 ഒത്തിരി ഞം ഞം കഴിച്ചു ഗൈസ്. ഞാൻ ഇന്ന് വയറ് നിറച്ച് കഴിച്ചു. 2 പൊറോട്ടയും 3-4 ചപ്പാത്തിയും ഒരു വലിയ മുഴുത്ത ചിക്കൻ കാലും പിന്നെ നമ്മുടെ എല്ലുകറിയും. ഞാൻ ഇന്ന് വയററിയാതെ കഴിച്ചെന്ന് പറയുവാണെങ്കിൽ അതായിരിക്കും സത്യം. ലാസ്റ്റ് നിങ്ങൾ കണ്ടോ എൻ്റെ പ്ലേറ്റിൻ്റെ അവസ്ഥ ഇതാ. ഇത്ര ദയനീയമായ പ്ലേറ്റ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ലാസ്റ്റ് ഒരു ചിക്കൻ കഷ്ണം തീർത്ത് ഞാൻ